പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനാൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. നിങ്ങളുടെ ഹൃദയം ഈശോയുടെ തിരുഹൃദയത്തിന് ഒത്തതായി മാറട്ടെ. ആമേൻ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഈശോയുടെ കുഞ്ഞുങ്ങൾ, കുട്ടികൾ ഉണർവോടെ പറ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. യുവജനങ്ങൾ പറ പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. എല്ലാവരും പ്രത്യേകം സ്വാഗതം ചെയ്യാണ് വട്ടാലച്ചൻ്റെ കൂട്ടായ്മയിൽ. ഈശോയുടെ നാമത്തിൽ വലിയ സന്തോഷമാണ് ഈ ശുശ്രൂഷയിലേക്ക്. അഭിഷേകാഗ്നി വന്നിരുന്ന വലിയൊരു കുടുംബമാണ്. ഇവിടെ എല്ലാ ശുശ്രൂഷകളുടെയും കൂടെ ടോട്ടൽ ഒരു പേരാണ് അല്ലേ അഭിഷേകാഗ്നി. ദൈവത്തിൻ്റെ വലിയൊരു കരുണയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ നല്ല ദിവസം എന്ന് പറയാൻ കാരണം ഞായറാഴ്ചയാണ് ഇത് സംപ്രേഷണം ചെയ്യുന്നത്. ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസമാണ്, നല്ല ദിവസമാണ്. എൻ്റെ എല്ലാ ദിവസങ്ങളും നല്ലതാണ് എങ്കിലും അപ്പോൾ അതുകൊണ്ട് ഞായറാഴ്ച ദിവസം നമുക്ക് ഒത്തുകൂടാൻ, ഞായറാഴ്ച ദിവസങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കർത്താവിൻ്റെ ആലയത്തിൽ ഒത്തുകൂടി കർത്താവിനെ ആരാധിക്കുകയും ആത്മീയ ശുശ്രൂഷകൾ വ്യാപരിക്കുകയും ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ നമുക്ക് ഞായറാഴ്ചകളിൽ ഇത് മുടങ്ങാതെ കാണാൻ കർത്താവ് ഇതുവരെ നമ്മളെ സഹായിച്ചു. ഞാൻ ഒരുപാട് കുടുംബങ്ങളെ അങ്ങനെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അനേകരെ പ്രോത്സാഹിപ്പിക്കണം. അഭിഷേകാഗ്നിയെ സംബന്ധിക്കാൻ ഒരുപാട് പേരെ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ ധാരാളം പുതിയ പുതിയ തലമുറകൾ അഭിഷേകാഗ്നി കുടുംബത്തിലേക്ക് വരട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രത്യേകിച്ച് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കഴിഞ്ഞ മാസം പന്തക്കോസ്ത തിരുനാളൊക്കെ കഴിഞ്ഞു. ജൂൺ മാസത്തിൽ ഒരുപാട് തിരുനാൾ, പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ, മാതാവിൻ്റെ വിമല ഹൃദയം, അങ്ങനെ വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു മാസമാണ്. പ്രത്യേകിച്ച് വലിയ ഒരു തിരുടത്വത്തിൻ്റെ ഒരു അഭിഷേകമൊക്കെ കർത്താവ് ഒരുപാട് ചൊരിയുന്ന ഒരു മാസമാണല്ലോ. നമുക്ക് പരിശുദ്ധാത്മാരെ പ്രത്യേകം മാധ്യസ്ഥ ചോദിച്ച് പ്രാർത്ഥിക്കാം. ഇങ്ങനെ പ്രാർത്ഥിക്കാവോ? ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന മനോഹരമായ പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കാവോ? പരിശുദ്ധാത്മാവേ വരേണമേ, പരിശുദ്ധാത്മാവേ വരേണമേ, അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ എഴുന്നള്ളി വരണമേ, ഞങ്ങളിൽ വന്ന് വസിക്കണമേ. പരിശുദ്ധാത്മാവേ വരേണമേ, അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ എഴുന്നള്ളി വരണമേ, ഞങ്ങളെ വന്ന് വസിക്കണമേ. ഇന്നത്തെ ശുശ്രൂഷകളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ വരേണമേ, അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതാൽ എഴുന്നള്ളി വരണമേ, ഞങ്ങൾ വന്ന് വസിക്കണമേ. ഇന്നത്തെ ശുശ്രൂഷകളെ അഭിഷേകം ചെയ്യണമേ. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല 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 ഹല. ഓ പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ. 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 കൈകൾ അടിച്ച് ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മശക്തി അഗ്നിനാവുകളായി പടരുന്നു. ഒരുമിച്ച് ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മശക്തി അഗ്നിനാവുകളായി പടരുന്നു. പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിത്തകരുന്നു. ശാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിത്തകരുന്നു. ശാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. ഈ ജനത്തിന്റെ ഇടയിൽ ദൈവാത്മാവ് വരുമ്പോൾ തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം
ഹൃദയത്തിൽ പുതുജീവൻ നിറയുന്നു. ഒരു കുളിർത്തന്നലായി നഗതാരിതി പുതുജീവൻ തരും ദൈവ സാന്നിധ്യമേ. ഉയർത്തി കാറ്റായി വാ, റുഹായേ തിനാവായി വാ, ചേർന്ന് റുഹായേ വെണ്പ്രാവായി വാ, റുഹായേ എന്നിൽ നീ നിറവായി വാ, ദാഹിച്ച് റുഹായേ നീ കാറ്റായി വാ, റുഹായേ തിനാവായി വാ, റുഹായേ വെണ്പ്രാവായി വാ, റുഹായേ എന്നിൽ നീ നിറവായി വാ. ഹല 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 ഹല. Come Holy Spirit, come Holy Spirit, come Holy Spirit. ഓ പരിശുദ്ധാത്മാവേ വരിക, ഓ പരിശുദ്ധാത്മാവേ വരിക. ഓ ഞങ്ങളുടെ ഹൃദയത്തിൽ ജ്വലിക്കണമേ, ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്ന റൂഹായെ പരിശുദ്ധാത്മാവേ ജ്വലിക്കണമേ, ജ്വലിക്കണമേ. പരിശുദ്ധാത്മ ഞങ്ങളെ വഴി നടത്തണമേ, പരിശുദ്ധാത്മ ഞങ്ങളുടെ കുറവുകൾ പരിഹരിക്കണമേ, പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവ് സമ്പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കണമേ. പരിശുദ്ധാത്മാവിന് പൂർണ്ണമായി അടിയറ വെച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ആദിയിലേക്കു പരിശുദ്ധാത്മാവാഗതനാകുന്നു. ആമേൻ. ഉള്ളിൽ തിന്നും തിന്മകളെല്ലാം ശാപനാകുന്നു. പാടാവോ? ആദിയിലേക്കു പരിശുദ്ധാത്മാവാഗതനാകുന്നു. ഇപ്പോൾ ഉള്ളിൽ തിന്നും തിന്മകളെല്ലാം ശാപനാകുന്നു. ആമേൻ. സ്തുതിപ്പിന്റെ വരമെന്നിൽ നിറഞ്ഞു കവിയുന്നു. പാപാന്തകാരമെല്ലാം നീങ്ങിപ്പോകുന്നു. സിഹിയോന്റെ മട്ടുപ്പാവിൽ അന്തിരനാവുകളായി ആഗതനായുര പരിശുദ്ധാത്മാവേ. സിഹിയോന്റെ മട്ടുപ്പാവിൽ അന്തിരനാവുകളായി ആഗതനായുര പരിശുദ്ധാത്മാവേ. കൈകൾ ഉയർത്തി നീ കാറ്റായി വാ, റുഹായേ തിനാവായി വാ, റുഹായേ വെണ്പ്രാവായി വാ, റുഹായേ എന്നിൽ നീ നിറവായി വാ, റുഹായേ നീ കാറ്റായി വാ, റുഹാ റുഹായേ തിനാവായി വാ, റുഹാ റുഹായേ വെണ്പ്രാവായി വാ, റുഹായേ എന്നിൽ നീ നിറവായി വാ. ആമേൻ. റുഹായേ 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 ആവർത്തിച്ച് ആവർത്തിച്ച് റുഹായേ 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 റുഹാ റുഹായേ 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 റുഹായേ. ഹല 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 ഹല. ഓ കർത്താവായ ദൈവമേ, കരങ്ങൾ ഉയർത്തി പൊന്നോമന മക്കളെ അനുഗ്രഹിക്കുകയാണ്. ഓരോരുത്തരും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉജ്ജ്വലിക്കട്ടെ. ഹല 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 ഹല. ബാലിക ബാലന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കോളേജുകളിലേക്ക് പോകുന്ന യുവതി യുവാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, ഇവരെ ശക്തിപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവരെ ബലപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവരെ അഭിഷേകം ചെയ്യണമേ. ലോകത്തിന്റെ മാലിന്യം ഏൽക്കാതെ കാത്തു സൂക്ഷിക്കാൻ വലിയ വിശുദ്ധിയുടെ കവചം മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. വിശുദ്ധി കൊണ്ട് പൊതിയണമേ, വിശുദ്ധി കൊണ്ട് പൊതിയണമേ, വിശുദ്ധി കൊണ്ട് പൊതിയണമേ. വചനത്തിൽ നിന്ന് ഇടം വലം തിരിയാതെ പിടിച്ചു നിൽക്കാൻ കർത്താവേ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും വചനം കൊണ്ട് പൊതിയണമേ. റൂഹായെ വചനം കൊണ്ട് പൊതിയണമേ, റൂഹായെ വചനം കൊണ്ട് പൊതിയണമേ. ഹല 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 ഹല. സ്നേഹം കൊണ്ട് പൊതിയണമേ. ഓ സ്നേഹം ഉജ്ജ്വലിക്കട്ടെ കർത്താവ്. എളിമ കൊണ്ട് പൊതിയണം കർത്താവ്. എളിമയായി മാറട്ടെ കർത്താവ്, ശാന്തതയായി മാറട്ടെ കർത്താവ്, സ്നേഹമായി മാറട്ടെ കർത്താവ്, കൃപയായി മാറട്ടെ കർത്താവ്, വരദാനമായി മാറട്ടെ കർത്താവ്, അഭിഷേകമായി മാറട്ടെ കർത്താവ്, ശക്തിയായി മാറട്ടെ കർത്താവ്. ഹല 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 ഹല. യേശുവേ ആരാധന ആരാധന, സ്വയ ആരാധന ആരാധന, സ്വയ ആരാധന, സ്വയ ആരാധന, സ്വയ ആരാധന, സ്വയ ആരാധന. പരിശുദ്ധ അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ചിതറിപ്പോയ അപ്പസ്തോലന്മാരെ ഒരുമിച്ച് കൊട്ടി പന്തക്കസ്തയ്ക്ക് ഒരുക്കിയ പരിശുദ്ധ അമ്മേ, ഓരോ ദിവസവും ഞങ്ങളെ ഒരുക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കിരിക്കാം.
ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ചാടിക്കേറി പറയരുത്, തടയരുത്. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾക്കത് പറയുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷം അനുഭവപ്പെട്ടെന്ന് എനിക്കറിയാം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ്. ആവശ്യമില്ലാത്ത എല്ലായിടത്തും ചാടി കയറി ഓരോന്ന് പറയും, അല്ലെങ്കിൽ ചാടി കയറി തടസ്സം പറയും. പറഞ്ഞു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ പലപ്പോഴും ഓർക്കും, വേണ്ടായിരുന്നു, എന്തിനത് പറയാൻ വേണ്ടി പോയത്, എന്തൊരു കഷ്ടമാണ് എന്നൊക്കെ പലപ്പോഴും നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുന്ന അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ എത്ര ഇങ്ങനത്തെ അനുഭവം ഉണ്ടായാലും നമ്മളെന്നാൽ മിണ്ടാണ്ടിരിക്കുകയില്ല. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അനുഭവമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഇതിനെക്കുറിച്ച് പരിചിന്തനം നടത്തുന്നത് നമുക്ക് വലിയ സമാധാനം തരും. വചനമാണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത്, വചനമാണ് നമ്മൾ രൂപപ്പെടുത്തുന്നത്, വചനമാണ് നമ്മളെ മാനസാന്തരപ്പെടുത്തുന്നത്, വചനമാണ് വഴി കാണിച്ചു തരുന്നത്. എല്ലാം വചനം, അതിന് ഈശോയാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 11-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 17-ാമത്തെ തിരുവചനം, ആക്ട്സ് ചാപ്റ്റർ 11:17. സ്ക്രീനിൽ വചനം വരുന്നത് നിങ്ങൾക്ക് നല്ല സന്തോഷമാണല്ലോ. എല്ലാവരും കൂടി ചേർന്ന് വചനം ഉറക്കെ വായിക്കണം. നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് വചനം വായിക്കുന്നത് കേൾക്കുന്നത് തന്നെ വലിയൊരു അഭിഷേകമാണ്. നാം യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ ദൈവം നമുക്ക് നൽകിയ അതേ ദാനം അവർക്കും അവിടുന്ന് നൽകിയെങ്കിൽ ദൈവത്തെ തടസ്സപ്പെടുത്താൻ ഞാൻ ആരാണ്? സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ്റെ പശ്ചാത്തലം ഞാൻ നിങ്ങളോട് പറയാം. അതായത് വിശുദ്ധ പത്രോസ്ലീഹ കർത്താവിൻ്റെ ദൂതൻ്റെ പ്രത്യേകമായ നിർദ്ദേശപ്രകാരം കൊർന്നേലിയസ് അല്ലെങ്കിൽ വിജാതരുടെ അടുക്കലേക്കൊക്കെ അയക്കപ്പെടുകയാണ്. ഒരു പ്രത്യേക ദർശനം കാണുന്നു, ഒരു വിരിപ്പൊക്കെ താഴേക്ക് വരുന്ന ദർശനം, പല ജീവികൾ അതിനകത്തുണ്ട്, അതിന് വ്യാഖ്യാനമൊക്കെ കിട്ടുന്നു. കറക്റ്റ് സമയത്ത് ചില ആൾക്കാർ അന്വേഷിക്കാൻ വേണ്ടി വരുന്നു. ദൈവമാണ് പറഞ്ഞ് ഞാനാണ് അവരെ അയച്ച് ധൈര്യമായി പോകുകയെന്ന് പറയുന്നു. അങ്ങനെ ഈ ഭവനത്തിൽ ചെല്ലുന്നു. അപ്പോൾ അവരോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളെന്നെ വിളിച്ചത്? അപ്പോൾ അവർ പറയുകയാണ്, ഇന്ന ഭവനത്തിൽ പത്രോസ് എന്ന് പറയുന്ന ഒരാളുണ്ട്, അവനെ വിളിക്കുക, അപ്പോൾ രക്ഷയുടെ കാര്യങ്ങൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പറയുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് വിളിച്ചത്. അപ്പോൾ പത്രോസിലേക്ക് മനസ്സിലായി പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണിത്. ഉടനെ പത്രോസിലേക്ക് അവിടെ നിന്ന് ഈശോയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും, പഴയ നിയമം തുടങ്ങിയ പല കാര്യങ്ങളും വിവരിക്കുകയാണ്. അങ്ങനെ വിവരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സംഭവിച്ച കാര്യമെന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. പത്രോസ് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു, റൂഹ അവരുടെ മേൽ എഴുന്നള്ളി വന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാമോദിസ സ്വീകരിച്ചാൽ നിർബന്ധമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആദ്യമായിട്ട് വചനം കേൾക്കുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് വരെയാണ്. അപ്പോൾ ഈ പത്രോസ്ലീഹ ഇങ്ങനെ വിജാതരുടെ അടുത്ത് പോയെന്നും, അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പല കാര്യങ്ങളും സംഭവിച്ചെന്നും, അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ പരിച്ഛേദന സ്വീകരിക്കാത്ത ആൾക്കാരോടൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നും, അല്ലെങ്കിൽ യഹൂദരുടെ തന്നെ ഭയങ്കര അഭിപ്രായ ഭിന്നതകളുണ്ടായി. അപ്പോൾ പത്രോസ്ലീഹ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പത്രോസ്ലീഹൻ അവരെല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്, നീ എന്തിനാണ് അങ്ങനെയുള്ളടത്ത് പോയത്? അങ്ങനെ പോകാൻ പാടുണ്ടോ? അവരോട് ഭക്ഷണം കഴിക്കാൻ പാടുണ്ടോ? നമുക്കൊരു നിലയും വിലയില്ലേ? അങ്ങനെ അവർക്കൊക്കെ എങ്ങനെ ദൈവകൃപ എങ്ങനെ കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗുകൾ വിടുകയാണ്. ആ ഡയലോഗുകൾ വിടുന്ന സമയത്ത് പത്രോസ്ലീഹ എല്ലാം കാര്യക്ഷമമായിട്ടൊന്ന് വിശദീകരിച്ചു. അങ്ങനെ വിശദീകരിച്ച് ഉണ്ടായ സംഭവം മുഴുവൻ ഇവരോട് പറഞ്ഞു കേൾപ്പിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ് ഞാനങ്ങനെ പോകാൻ വിചാരിച്ചു, ഇതാണ് ഇതിൻ്റെ പശ്ചാത്തലം. ദൈവത്തെ ദൂതൻ വന്ന് പറഞ്ഞു, അവിടെയും ദൂതൻ ചെന്ന് പറഞ്ഞു, പിന്നെ നമ്മളിങ്ങനെ പോകാതിരിക്കും. ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഈശോയെക്കുറിച്ച് പറഞ്ഞ സമയത്ത് അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. എന്നിട്ടാണ് പത്രോസ്ലീഹ ഇപ്പോൾ പറയുന്ന വചനം. അതായത് നമുക്ക് നൽകിയ, നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് നൽകിയ അതേ ദാനം ഈ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഈ മനുഷ്യർക്ക് ദൈവം നൽകിയെങ്കിൽ അവരെ തടസ്സപ്പെടുത്താൻ ഞാൻ ആരാണ്? അതിൻ്റെ അർത്ഥം എന്നാന്നറിയാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചാടിക്കേറി പറയുന്ന പല വാക്കുകളും ദൈവത്തെയാണ് തടസ്സപ്പെടുത്താൻ വേണ്ടി നോക്കുന്നത്. അവരുടെ മനോഭാവത്തിൽ മാറ്റം വരികയാണ്, അവരുടെ ചിന്തയിൽ ഭയങ്കര വ്യത്യാസം വരുവാണ്. അങ്ങനെയാണോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ വേറൊരു ലെവലിലേക്ക് അവരുടെ ചിന്തകളെല്ലാം മാറുകയാണ്. ഒരുമിച്ച് പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. അതാ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവഹിതമാണോ എന്ന് നോക്കാതെ നമ്മൾ ചാടിക്കേറി ഓരോ ഡയലോഗ് വിടുന്നത് നമുക്ക് തന്നെ ഒരു കെണിയായിട്ട് വരും. ഇത് ബൈബിളിൽ പല സംഭവങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അപ്പം നമ്മൾ പലപ്പോഴും ഈ വചനം വെച്ചിട്ട് അവരെ വിധിച്ചുകൊണ്ടിരിക്കും. ആരെ?
എന്നാലും പത്രോസിൽ അവരെങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നോ എന്നൊക്കെ നമ്മൾ വിധിക്കാം. പക്ഷേ നമ്മുടെ അനുദിന ജീവിതത്തിൽ എത്രയോ തവണ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കയറി അഭിപ്രായവും പറഞ്ഞാകെ ഒരു പ്രത്യേക സംഭവമല്ലേ. ഉച്ചത്തിൽ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. സുവിശേഷം മറ്റൊരു രംഗം എടുക്കാം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിന്റെ 38-ാം തിരുവചനമാണ്. യോഹന്നാൻ അവനോട് പറഞ്ഞു, ഗുരു, നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ അവനെ തടഞ്ഞു, കാരണം അവൻ നമ്മളെ അനുഗമിച്ചില്ല. ഒരുമിച്ച് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ഈ ശിഷ്യന്മാർ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ സ്നാപകന്റെ ശിഷ്യന്മാർ അവിടെയുണ്ട്, അല്ലെങ്കിൽ പല ആൾക്കാരുണ്ട്. അവരൊക്കെ എന്താ അറിയാവോ, അല്ലെങ്കിൽ യേശുവിനെ കുറിച്ചൊക്കെ കേട്ടറിഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് രോഗികളെ സുഖപ്പെടുന്ന പിശാചുക്കളെ ബഹിഷ്കരിക്കുന്ന ഒരാളെ കണ്ടു. അവ കൊണ്ടേ അറിഞ്ഞേ, അല്ലെങ്കിൽ സ്ലേഹന്മാര് യോഹന്നാൻ സ്ലീഹ പറയാം, നീ ഞങ്ങളോട് പറയണം, ഞങ്ങളുടെ ടാർഗറ്റിൻ്റെ ഉള്ളിൽ നിൽക്കണം, വരണം, ഇതിൻ്റെ ഒരു ക്രമീകരണമൊക്കെ ഉണ്ട്, നിങ്ങൾ ഒറ്റയ്ക്ക് നടന്നാൽ പോരാ എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവൻ വന്നില്ല, അവൻ അനുഗമിച്ചില്ല. ഒരെണ്ണം ഞങ്ങൾ അവനെ തടയുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ പരിപാടി നടക്കുകയല്ല. ഇനി ചിന്തിച്ച് നോക്കി എൻ്റെ സഹോദരങ്ങളെ, ഈശോയുടെ പ്രതികരണം നോക്ക്. മാർക്കോസ് ശേഷം 9-ാമത്തെ അധ്യായത്തിൻ്റെ ബാക്കി വാക്യങ്ങൾ 39-40 തിരുവചനങ്ങൾ. യേശു പറഞ്ഞു, അവനെ തടയേണ്ട. ഒരുവനെ എൻ്റെ നാമത്തിൽ അത്ഭുത പ്രവൃത്തി ചെയ്യാനും ഉടനെ എന്നെക്കുറിച്ച് ദൂഷണം പറയാനും സാധിക്കുകയില്ല. നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ്. അപ്പോൾ സത്യത്തിൽ എൻ്റെ സഹോദരങ്ങൾ, അപ്പസ്തോലന്മാരുടെ കൺസെപ്റ്റുകൾക്ക് നേരെ ഓപ്പോസിറ്റാണ് ഈശോയുടെ പ്രതികരണം. അതാ പറയുന്നത്, നമ്മൾ ചാടി കയറി ഓരോന്ന് പറയരുത്, ചാടി കയറി നമ്മൾ വെറുതെ തടസ്സം ഉണ്ടാക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് നമ്മൾ ദൈവത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നമ്മൾ നമ്മുടേതായ ഒരു കൺസെപ്റ്റൊക്കെ ഉണ്ടാക്കി വെക്കും. ചില ആൾക്കാർക്ക് ദൈവത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് പോലും കറക്റ്റ് അല്ല. അതുകൊണ്ട് അവരുടെ ഉള്ളിൽ അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന വിഗ്രഹമുണ്ട്. അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ദൈവസങ്കല്പം എന്ന് പറയുന്ന ഒരു വിഗ്രഹമാണ്. അതുകൊണ്ട് ആ വിഗ്രഹമൊക്കെ മാറണം. നമ്മളൊരു ഫ്രെയിം ഉണ്ടാക്കി വെച്ചിട്ട് ആ ഫ്രെയിമിൻ്റെ ഉള്ളിലൂടെ പരിശുദ്ധാത്മാവിനോട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കും അല്ലേ? അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് വളരെ ശ്രദ്ധ വേണം. അതാണ് ചാടിക്കേറി പറയരുത്, ചാടിക്കേറി വെറുതെ തടസ്സം ഉണ്ടാക്കുകയും ചെയ്യരുത്. അവസാനം ന്യായവിധിക്ക് നിൽക്കുന്ന സമയത്ത് സംഭവിക്കാൻ പോകുന്ന സംഗതി എന്താ? അപ്പൊ ആദ്യം നോക്കേണ്ടത് ഈശോയുടെ മനസ്സെന്താന്ന് നോക്കണം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ അപ്പസ്തോലന്മാർ എന്തായാലും പറഞ്ഞു കഴിഞ്ഞിട്ട് തിരിച്ചു വന്നതിന് ശേഷം ഈശോയുടെ മനസ്സ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കി. അപ്പോൾ സംഗതി ക്ലിയർ അല്ലാന്ന് മനസ്സിലായി, അടുത്ത പ്രാവശ്യം ശരിയായിട്ടുണ്ടാവും. അങ്ങനെയല്ല, നമ്മൾ പ്രതികരിക്കുന്നതിന് മുമ്പും നമ്മൾ പറയുന്നതിന് മുമ്പും നമ്മളെ തടസ്സപ്പെടുന്നതിന് മുമ്പും ആദ്യം തന്നെ ഈശോയുടെ ഹിതം നോക്കണം, ഈശോയുടെ മനസ്സ് നോക്കണം. വിശുദ്ധ മത്തായിയുടെ ശേഷം 3-ാമത്തെ അധ്യായത്തിൽ അതിന് 14-15 തിരുവചനം. ഗോസ്പൽ സെന്റ് മാത്യു ചാപ്റ്റർ 3 വേഴ്സ് 14 and 15. ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക, അത് നമുക്ക് ഉചിതമാണ്. അവൻ സമ്മതിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സ്നാപക യോഹന്നാന്റെ അടുക്കൽ ഈശോ സ്നാനം സ്വീകരിക്കാൻ വേണ്ടി ചെല്ലുന്നതാണ് പശ്ചാത്തലം. അപ്പോൾ സ്നാപക യോഹന്നാൻ പറയാണ്, ഞാൻ അങ്ങിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ അങ്ങ് എന്നിൽ നിന്ന് നെവർ പറ്റിയല്ല, തടയുകയാണ്. ഈശോ പറയാം, ഇപ്പോഴത്തെ ദൈവഹിതം ഇതാണ്. അപ്പം തന്നെ സമ്മതിച്ചു. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഏതൊരു കാര്യം പറയുന്നതിന് മുൻപും ഏതൊരു കാര്യത്തിൽ നമ്മൾ അതിൻ്റെ നിർണായക തീരുമാനം എടുക്കുന്നതിന് മുമ്പും ഇത് ദൈവഹിതമാണോ എന്ന് ഒരുപാട് ആലോചിച്ചിട്ട് ചെയ്യാവുള്ളൂ. അതുകൊണ്ട് വിശുദ്ധ പൗസ്തീന പറയുന്നത്, നമുക്ക് ഒരുപാട് ഇങ്ങനെ ബളോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വാചാലമായി സംസാരിക്കുന്ന ഒരു ആത്മാവിന് ദൈവഹിതം മനസ്സിലാക്കാൻ പറ്റുകയില്ല. ദൈവഹിതമാണോ അല്ലയോ എന്ന് ചോദിക്കാതെ ചിന്തിക്കാൻ നമ്മൾ ചാടി കയറി നമ്മുടെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യും, ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ നിശബ്ദത പാലിക്കണം. നിശബ്ദമായ ആത്മാവിൽ ദൈവാത്മാവ് സംസാരിക്കും. എല്ലാത്തിനും ചാടി കയറി ഇങ്ങനെ പറയാൻ നിൽക്കരുത്. ലൂക്കായുടെ വിശേഷത്തിന് അടുത്ത രംഗം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. 9-ാമത്തെ അധ്യായത്തിലാണ് 53 മുതൽ 56 വരെയുള്ള വാക്യങ്ങളിൽ ഇതിന് തത്തുല്യമായ മറ്റൊരു രംഗമുണ്ട്. അവൻ ജെറുസലേമിലേക്ക് പോവുകയായിരുന്നത് കൊണ്ട് അവർ അവനെ സ്വീകരിച്ചില്ല. ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബ് യോഹന്നാനും പറഞ്ഞു, കർത്താവേ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? യേശു തിരിഞ്ഞവരെ ശാസിച്ചു.
അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. നിസാര കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും, നിസാര പ്രതിസന്ധികൾ വരുമ്പോഴത്തേക്കും നമ്മൾ ചാടി കയറി പറയാനുള്ള ഡയലോഗുകൾ അല്ലേ? ഈശോ ജെറുസലേമിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ ഒരു പട്ടണത്തിലോട്ട് കടന്നു പോയ സമയത്ത് അവരത്ര വെൽക്കമിങ് ആയിട്ട് ഈശോനെ സ്വീകരിച്ചില്ല. ഉടനെ യാക്കോബ് യോഹന്നാന് കയറി പറയാണ്, കർത്താവ് ഇപ്പോൾ തന്നെ അഗ്നി ഇറങ്ങി അവരെ നശിപ്പിക്കണം, ഞങ്ങൾ പറയട്ടെ. യേശു തിരിഞ്ഞ് അവരെ ശാസിച്ചു എന്നാണ് പറയുന്നത്, വഴക്ക് പറഞ്ഞു, തിരുത്തി എന്നാണ് പറയുന്നത്. അവൻ നോക്കിയേ, ദൈവഗീതമല്ലല്ലോ പറഞ്ഞത്. അതാ പറഞ്ഞത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിൻ്റെ പല ധാരണകൾ വെച്ചിങ്ങനെ പ്രവർത്തിക്കുന്നത് വലിയ അപകടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് ഇപ്പോഴത്തെ കാര്യം പറഞ്ഞത് നമ്മളിപ്പോൾ മറ്റുള്ളവരുടെ ഒരു കേസിനെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണെന്ന് കരുതുക, ഒരു തേർഡ് പേഴ്സൺ വിചാരിക്കുക. പക്ഷെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നേരിട്ടുള്ള സംസാരത്തിലും ഇതേപോലത്തെ പ്രതിസന്ധികൾ വരും. ഞാനിപ്പോൾ കുറച്ച് അളന്നും തൂക്കി, ബൈബിളിൽ മാത്രമല്ലേ അളന്നും തൂക്കിയൊക്കെ സംസാരിക്കാവുള്ളൂ എന്ന് പറഞ്ഞു വെച്ചാൽ നോക്കിയും കണ്ടിട്ടൊക്കെ സംസാരിക്കാവുള്ളൂ. ചാടി കയറി ഓരോന്നിനൊരു നാവിന് കൺട്രോൾ ഇല്ലാതെ ഇങ്ങനെ പറയരുത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിന്റെ 14-ാം തിരുവചനം, ഗോസ്പൽ ഓഫ് സെന്റ് മാത്യു ചാപ്റ്റർ 19 വേഴ്സ് 14. എന്നാൽ അവൻ പറഞ്ഞു, ശിശുക്കളെ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവൻ, അവരെ തടയരുത്, എന്തെന്നാൽ സ്വർഗരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഇതിന്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാം. ശരിക്കും പറഞ്ഞാൽ അമ്മമാർ നല്ല തിരക്കിൻ്റെ ഇടയ്ക്ക് ഈ ഈശോയെ കൊണ്ട് തലയ്ക്കൊന്ന് പിടിപ്പിക്കുന്ന പിള്ളേരുടെ, അതുങ്ങൾ പാവങ്ങൾ കഷ്ടപ്പെട്ട് ഉന്തി തല്ലേ തിരക്കിൻ്റെ ഇടയ്ക്ക് കൊണ്ട് പിള്ളേരെ കൂട്ടി വരിക. അല്ലെങ്കിൽ പിള്ളേർ തന്നെ ഇങ്ങനെ കിഴുതി കയറി വരുക. വേണമെന്നല്ല, ഈശോനെ തുടരണം, ഒരാശീർവാദം കിട്ടണം. അപ്പോൾ ശിഷ്യന്മാരെ പറയും, നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്നെ വേറെ 100 പരിപാടി നടക്കുന്നത് അല്ലേ? എന്താന്ന് നോക്കിയേ, യേശു പറഞ്ഞു അവരെ തടയരുത്, അവരെൻ്റെ അടുക്ക് വരട്ടെ. അപ്പം ദൈവഗീതം അല്ല. അപ്പം നമ്മുടെ പല പരിപാടികളിലും വാക്കുകളിലും പ്രവൃത്തികളിലും ഇത് അപകടം ചെയ്യും. ഒരുപാട് ആലോചിക്കണം, ഒരുപാട് ചിന്തിക്കണം. ദൈവത്തോടൊരു ഫസ്റ്റ് കൺസൾട്ടേഷൻ നമുക്ക് വന്നിട്ട് വേണം നമ്മുടെ അഭിപ്രായങ്ങൾ പോലും പറയാൻ. ഒരു മീറ്റിങ്ങിൽ അങ്ങനെയാണോ അല്ലേ? നമ്മുടെ കുടുംബത്തിൽ അങ്ങനെയാണോ? നമ്മുടെ സമൂഹ ജീവിതത്തിൽ എങ്ങനെയാ? ഇനി അടുത്ത വിഷയം എന്താണെന്നറിയാവോ? ഇതേപോലെ തന്നെ നമ്മൾ പലതും കേൾക്കുന്നത് വെച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കാൻ നിൽക്കരുത്, വലിയ അപകടം ഉണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാര്യത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണയില്ല. നമ്മൾ ചാടിക്കറി അഭിപ്രായം പറഞ്ഞാൽ, എൻ്റെ സഹോദരങ്ങളെ, ന്യായവിധിക്ക് നമ്മൾ ഇതെല്ലാം ഓക്കെ വിചാരിച്ച് ചെല്ലുമ്പോൾ ന്യായവിധിക്ക് ചെല്ലുമ്പോൾ ഇതൊക്കെ തെളിയുള്ളൂ. കാരണം ഇതെല്ലാം ശരിയാണെന്ന് വിചാരിച്ച് നമ്മൾ പോവുകയും ചെയ്യും. എന്നിട്ടോ അത് പാവമാണെന്നൊരു ഓർമ്മയില്ല, കുംസാരം ഉണ്ടാവില്ല. ഇപ്പോൾ ബൈബിളിൽ കണ്ട കേസുകളിലെല്ലാം ഈശോ തന്നെ നേരിട്ട് ഇടപെട്ടത് കൊണ്ട് ഇതെല്ലാം തെറ്റാന്ന് മനസ്സിലായി. ഇത് ഇടപെട്ടില്ലായിരുന്നെങ്കിലോ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന ഒരുപാട് കേസിൽ നമ്മൾ ശരിക്കും എല്ലാം മുഴുവൻ കുംസാരം നടത്തി എല്ലാം ക്ലിയർ ആയെന്ന് പറഞ്ഞ് മുകളിൽ ചെല്ലുന്ന സമയത്തായിരിക്കും ഇതാ അടുത്തൊരു 100 കേസ് വേറെ വരുന്നത് അല്ലേ? വിശുദ്ധ യോഹന്നാന്റെ ശേഷം 7-ാമത്തെ അധ്യായത്തിന്റെ 51-ാം തിരുവചനം, ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ? പറയാ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ഈശോയെ വധിക്കണം, ഈശോയെ നശിപ്പിക്കുന്ന ഗൂഢാലോചനയൊക്കെ നടക്കുന്ന സമയത്ത് ബൈബിൾ നല്ല ശക്തമായ 2 ആൾക്കാരാണ്, അരിമത്തിയക്കാരൻ ജോസഫും പിന്നെ നമ്മുടെ നിക്കോദെമോസും. അവരാണല്ലോ അവസാന കാലഘട്ടത്തിൽ തുടക്കത്തിൽ ഈശോനെ കണ്ട് പരിചയപ്പെട്ടു, അവസാന ഈശോയുടെ ആ ശവസംസ്കാരത്തിനും ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നവർ. അപ്പം അവർക്ക് അവരുടെ ചില ബോധ്യങ്ങൾ കാഴ്ച. അപ്പോൾ പറയാണ്, ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അല്ലേ, അവൻ എന്താണ് ചെയ്യുന്നത് അറിയാതെ അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ? നമുക്കെങ്ങനെയാ, ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിൻ്റെ മേൽ നമ്മുടെ അഭിപ്രായ പ്രകടനം നടത്തുക. ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ? ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതിൽ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം ചെയ്യണം. ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, ആദ്യം ചെയ്യേണ്ട കാര്യമാണ്. ബലിയർപ്പിക്കാൻ പോകുന്നതിന് ആദ്യം ക്ഷമിക്കണം, അത് ആദ്യം ചെയ്യേണ്ട കാര്യമാണ്. എന്ന് പറയുന്നത് പോലെ തന്നെ ഏതെങ്കിലും ഒരു കാര്യം കേട്ടോ ഒരു തേർഡ് പേഴ്സൺ വന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതിനകത്തൊരു ക്ലാരിറ്റി വരുത്തണം. അതാണ് ആദ്യം ഒരുവന് പറയാനുള്ളത്. എന്താണെന്ന് അവൻ്റെ നിന്നൊന്ന് കേൾക്കാതെ ആദ്യം തന്നെ വഴക്കും ബഹളവും പരിപാടികളും അല്ലേ? ചിന്തിച്ചു നോക്കിയേ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ പഠിപ്പിക്കുകയാണ്. നീ കേട്ട കാര്യം സ്നേഹിതനോട് നേരിട്ടൊന്ന് ചോദിക്കുക.
അവനത് ചെയ്തിട്ടില്ലായിരിക്കാം. ചെയ്താൽ തന്നെ മേലങ്ങനെ ചെയ്യാതിരിക്കട്ടെ. അയൽക്കാരോട് നേരിട്ട് ചോദിക്കുക. അവനത് പറഞ്ഞിട്ടില്ലായിരിക്കാം. പറഞ്ഞാൽ തന്നെ മേലങ്ങനെ പറയാതിരിക്കട്ടെ. സ്നേഹിതനോട് ചോദിക്കുക. അത് മിഥ്യാപവാദമായിരിക്കും. കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്. ആർക്കും തെറ്റ് പറ്റാം. നാവ് കൊണ്ട് ഒരിക്കലും പാപം ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? അയൽക്കാരനെ ഭീഷണിപ്പെടുത്തുന്നതിന് അവനുമായിട്ടൊന്ന് സംസാരിക്കാദ്യം. പ്രഭാഷണം 18:19 കാര്യം ഗ്രഹിച്ചതിന് ശേഷം സംസാരിക്കുക. പ്രഭാഷണം 11:7 അന്വേഷിച്ചറിയാതെ കുറ്റം ആരോപിക്കരുത്. ആദ്യം ആലോചന പിന്നെ ശാസനം. നമുക്ക് നേരെ തിരിച്ചാ. ആദ്യം ശാസനം പിന്നെ ആലോചന പിന്നെ കുമ്പസാരം. അതിന്റെ ഓർഡർ തിരിച്ചിടണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചാടി കയറി പറയരുത്, തടയരുത്. കർത്താവിന് പ്രത്യേക കൃപ ചോദിക്കണം. ഇതുവരെ ചെയ്തതിനെ കുറിച്ച് അനുദപിക്കണം. ഇനി ഓരോന്ന് പറയുമ്പോൾ നന്നായിട്ട് ആത്മാവിനോട് ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ബൈബിളിൽ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന വിശേഷണങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് അവിടുന്ന് കാരുണ്യവാനാണ്, അവിടുന്ന് ക്ഷമാശീലനാണ്, അവിടുന്ന് അനുകമ്പയുള്ളവനാണ്, അവിടുന്ന് മറക്കുന്നവനാണ്, അവിടുന്ന് പൊറുക്കുന്നവനാണ്. കർത്താവിന് സന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം വചനത്തിനനുസരിച്ച് കൊണ്ടുവരുമ്പോൾ ബാക്കിയെല്ലാം തന്നെ ക്രമീകരിക്കപ്പെടും. ഇത് സത്യമാണ്. ഈ ആരാധനയിൽ ഈ നാവിൻ്റെ മേഖലകളിൽ, ചിന്തയിൽ നിന്ന് നാവിലേക്ക് വാക്ക് വന്ന് അവരെ മേഖലയിൽ വലിയൊരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവം ഒരുപാട് തവണ ദൈവമേ അങ്ങ് ഇവിടെ ആലോചിക്കാതെ വെറുതെ ചാടിക്കൊരു അഭിപ്രായം പറഞ്ഞ് ഒരുപാട് മേഖലകളിൽ ദൈവത്തിൻ്റെ തടസ്സം നടത്തി ഒരുപാട് മേഖല വീഴ്ച വന്നിട്ടുണ്ട്. കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, ഉന്നതത്തിൽ നിന്ന് ദൈവഹിതം മനസ്സിലാക്കാനൊരു ജ്ഞാനം 9:17 പ്രകാരം ഞങ്ങൾക്ക് നൽകണമേ. ഉള്ളൊരുകി പ്രാർത്ഥിക്കുന്നു. ഉയരത്തിൽ നിന്നും ജ്ഞാനം നൽകണമേ, പരിശുദ്ധാത്മാവിനെ അളവില്ലാതെ ദൈവകഥ മനസ്സിലാക്കി സംസാരിക്കാൻ, പ്രവർത്തിക്കാൻ കർത്താവേ നൽവഴി തേടാൻ ഞങ്ങൾക്കു വെളിച്ചം നൽകണമേ. പരിശുദ്ധാത്മാവേ നൽവഴി തേടാൻ ഞങ്ങൾക്കു വെളിച്ചം നൽക. കൈകൾ ഉയർത്തി സത്യാരൂപിയേ, സത്യാത്മാവേ വരിക, പരിശുദ്ധാത്മാവിനെ നൽകണമേ. സത്യത്തിൻ വഴി കാട്ടിടുക, സത്യാത്മാവേ വരിക, സത്യത്തിൻ വഴി കാട്ടിടുക.